വർഷം. ഓക്കെ ഓക്കെ. അപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ പ്രകാശ് അല്ലേ? എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ലൈഫ്. മനസ്സിലായ പ്രകാശേ? ജീവിതം എന്ന് പറയുന്നത് ഇതാണ്. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടുന്നത്, നമ്മൾ വന്നപ്പോൾ ഒറ്റയ്ക്ക്, നമ്മൾ പോകുന്നത് ഒറ്റയ്ക്ക്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കൂടെ കുറച്ച് പേരൊക്കെ കൂടും. അത് കഴിഞ്ഞ് അവർ പറക്കാൻ മുറ്റുമ്പോൾ അവർ പറന്ന് ദൂരേക്ക് പോകും. അപ്പോൾ അവസാനം നമ്മൾ ഒറ്റയ്ക്ക് ആവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മൈൻഡ് എപ്പോഴും ഉണ്ടാവണമല്ലോ. നമുക്ക് കൂടുതൽ ദൈവത്തിലേക്ക് കൂടുതലായിട്ട് അടുക്കണം. എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം എൻ്റെ കൂടെ എന്നുള്ള വിശ്വാസത്തോടു കൂടി ജീവിച്ചാൽ നമുക്ക് ആ ഒരു പേടിയോ സങ്കടവും തോന്നത്തില്ല. ഇപ്പം എന്താ പറയുന്നത്, ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല, എനിക്ക് സ്വയമായിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാനെ കൊണ്ട് ഓക്കെ ആണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഞാൻ വേറെ ഒന്നിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കാറില്ല. എനിക്കിപ്പോൾ എന്നുണ്ടെങ്കിൽ ഒന്ന് പകൽ എവിടോട്ടെങ്കിലും ഒന്ന് പോകണം എന്ന് പറയുമ്പോൾ ഇവർ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എനിക്കല്ലെങ്കിൽ എൻ്റെ സ്വന്തം എൻ്റെ വണ്ടി എടുത്തോണ്ട് എനിക്ക് പോവാം. അപ്പോൾ അതൊക്കെ ഒരു സങ്കടമാണ്. അതൊന്നും എന്താ പറയുക, ജീവിതം അങ്ങനെയാണ് പ്രകാശ്. ഇന്ന് പ്രകാശെങ്കിൽ നാളെ എനിക്ക്, അങ്ങനെ ഓരോരുത്തരുടെ ലൈഫ് അങ്ങനെ മാറി പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്താണ് ഷാഫി കഷ്ടമാണ് ചേച്ചി എന്ന് പറഞ്ഞത്? എന്ത് കാര്യത്തിനാണ് ഷാഫി കഷ്ടം പറഞ്ഞേ? ഏ ഒന്നുമില്ല. അന്ന് മേടിച്ചാലോ മേടിക്കേ? അതെ ഷാബി, ജീവിതം അങ്ങനെയാണ്. ഇനിയിപ്പോൾ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നാളെ എനിക്ക് എൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. ആർക്കും ആരുടെ ലൈഫിൽ എന്താവും നമുക്ക് നേരത്തെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് വന്നാലും അതിനെ ഫേസ് ചെയ്യുക, അത്ര തന്നെ